ദേ ഇത് കണ്ടോ, തൂക്കണാങ്കുരുവി കൂടിന്റെ ആകൃതിയിലുള്ള ഒരു വിശ്രമ കേന്ദ്രം. ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണേ. ഇതാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് വേണം അകത്തേക്ക് നമുക്ക് പോകാനായിട്ട്. ദേ ഈ കാണുന്നതാട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിന്റെ എൻട്രൻസ്. ഇവിടെ നമുക്ക് അകത്തേക്ക് പോകാം. ദേ നോക്കി, മുള്ളൊരു മുള്ളം പന്നി വേസ്റ്റ് ഇരുമ്പ് കമ്പി കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. നല്ല രസമുണ്ട്. ദേ ഒരു മൂങ്ങ, ഇതും വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല അടിപൊളിയാണ് കാണാൻ. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ആസ്വദിക്കാൻ കേട്ടോ. 150 രൂപയാണ് ഒരാൾക്ക് ഒരു മണിക്കൂറത്തേക്ക്. ദേ നമ്മുടെ മുമ്പിലോട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. ഹായ് ഹലോ, വിലയ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോഴുള്ളത് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിലാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വിലയ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇഞ്ചത്തൊട്ടിയിലെ വളരെ മനോഹരമായ വലിയ തൂക്കുപാലമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോണത് 10 കിലോമീറ്റർ ദൂരെയുള്ള തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിലേക്കാട്ടോ. നമ്മൾ ചെറിയൊരു വനമൊക്കെ പിന്നിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. ചുവരിൽ നല്ല പക്ഷികളുടെ ചിത്രങ്ങൾ അങ്ങനെ ആലാഹനം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപ വെച്ച് 2 പേർക്ക് 100 രൂപ ടിക്കറ്റ് എടുത്തു. അപ്പോൾ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം പ്രത്യേകം ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇനി നേരെ പോകുന്നത് ഇവിടുത്തെ അക്വേറിയം അതുപോലെ ബേഡ്സിനെയൊക്കെ കാണാനൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ധാരാളം ചെറിയ ചെറിയ മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ. അതെല്ലാം നമ്മൾ കാണുവാണ്. നമ്മുടെ നാട്ടിലെ കുളത്തിലും അതുപോലെ ആറ്റിലും തോട്ടിലൊക്കെ വളരുന്ന ചെറിയ ചെറിയ ധാരാളം മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ. ആ മത്സ്യങ്ങളുടെ കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. ഓരോന്നിൻ്റെയും പേരുകൾ നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. അത് പലതരം മത്സ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരുകൾ പലതും നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ശരിക്കും നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ ഇങ്ങനെ വളർത്തിയേക്കുന്ന കാഴ്ചയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ നടക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഇപ്പം മത്സ്യങ്ങളും അതുപോലെ മൃഗങ്ങളൊക്കെ കുറവാണ്. മൃഗങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. കാരണം 2018 വലിയ പ്രളയത്തിൽ ഇവിടുത്തെ മൃഗങ്ങളെയൊക്കെ തുറന്നു വിട്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്നപ്പോൾ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ ഇവിടെ കാണാവേ. മയിലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ്. പിന്നെ ഇവിടെ വേറെ ചെറിയ പക്ഷികളുണ്ട്. സിൽവർ ഫെസൻറ്റ്, സുവർണ്ണക്കോഴി, കിന്നരക്കോഴി എന്നൊക്കെ പറഞ്ഞാൽ പലതരം ചെറിയ ചെറിയ പക്ഷികളെ നമുക്ക് കാണാവേ. ആ പക്ഷികളൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കാണാം. കാരണം വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നല്ല അഴകുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാവേ. അപ്പോൾ ഇതുണ്ടാവും, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സുവർണ്ണ കിന്നരിക്കോഴി, അതെല്ലാം നമുക്കിവിടെ കാണാവേ. എല്ലാത്തിൻ്റെ കൂടിൻ്റെ മുമ്പിൽ അതിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു പക്ഷിക്കൂടിലോട്ട് നമ്മളെത്തി. സ്വർണ്ണക്കോഴി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണുന്നത് കേട്ടോ. നല്ല സ്വർണ്ണ കളറുള്ള ഒരു പക്ഷി. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മളങ്ങനെ മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. ഇത് മറ്റൊരു 2 പക്ഷികളെ നമുക്ക് കാണാവേ. നല്ല കളറാണ്, അത് കാണാൻ തന്നെ രസമാണ്. അപ്പോൾ അത് അതിലൂടെ തീറ്റയൊക്കെ തേടി നടക്കുക. അതിൻ്റെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാട്ടോ. ഇവിടെ കൂട്ടിയിട്ട് വളർത്തിയ പക്ഷികളാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ കണ്ടത് പെരുമ്പാമ്പാട്ടോ. പെരുമ്പാമ്പിനെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ചെറിയ പെരുമ്പാമ്പാണ്. അത് 2 എണ്ണം അതിൻ്റെ അകത്ത് കാണാം. പെരുമ്പാമ്പിനെ എല്ലാവരും കണ്ട വല്ല പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേറെ പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിഡ്സ് കോർണറിലോട്ടാട്ടോ. കിഡ്സ് കോർണറിൽ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ധാരാളം കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഇവിടുത്തെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായ സലീം അലിയെക്കുറിച്ചും ഇവിടുത്തെ തട്ടേക്കാട് പക്ഷിസങ്കേതത്തെക്കുറിച്ചൊരു ബോർഡ് കാണാം. അതൊക്കെ വായിച്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. 590 ഇനം പക്ഷികളിൽ 322 എണ്ണം തട്ടേക്കാട് കണ്ടെത്തിയിട്ടുണ്ട്. ദേശാടനക്കാരും സ്ഥിരതാമസക്കാരും വരുന്നത് ഉൾപ്പെടുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് നമുക്ക് ബേഡ്സിനൊക്കെ വാച്ച് ചെയ്യാൻ പറ്റിയ സമയം. അപ്പോൾ ഇതാണ് ഇവിടെ ബോട്ടിങ്ങിനുള്ള സ്ഥലം കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ നല്ല വെള്ളം ഇങ്ങനെ നടക്കും. പെരിയാറിൻ്റെ ഒരു ഭാഗമായി കാണുന്നത് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് നമുക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട്. കേരള വനം വകുപ്പിൻ്റെ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് സർവീസൊക്കെ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ഹട്ട്, ഞാൻ ഇൻട്രോ പറഞ്ഞ ഹട്ട് ഇതാണ്. നല്ല രസമുണ്ട് ഈ ഹട്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ബോട്ടൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൈൻഡൊക്കെ ഫ്രഷ് ആകാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയിലൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് നടത്താം, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്താം. നമ്മളിനി കിഡ്സ് കോർണറിലേക്ക് പോകാം കേട്ടോ. നല്ലൊരു ആർച്ച് രീതിയിലുള്ള ഒരു കിഡ്സ് കോർണർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നത് 2018 ഇവിടെ ഉണ്ടായ പ്രളയത്തിൻ്റെ അളവാട്ടോ. അത് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും ഭാഗം വരെ അവിടെ വെള്ളം കയറിയതാണ്. ഇതെല്ലാം കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസാണ്. പലതരം കളി ഉപകരണങ്ങൾ നമുക്ക് കാണാം. അതെല്ലാം കണ്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. എല്ലാം ഈ പെരിയാറിൻ്റെ തീരത്താട്ടോ ഈ സംഭവം കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ഏറുമാടവേ, നമുക്ക് കയറി ഫോട്ടോയൊക്കെ എടുക്കാം. അത് നല്ലൊരു സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അവരുടെ നടക്കുകയാണ്. ഈ കാണുന്ന നമ്മൾ കുറച്ചു മുമ്പ് വന്ന ആ വഴിയാണ്. ആ പാലത്തെ കൂടെയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നല്ല പച്ചപ്പാണ്. ഈ വെള്ളം ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പായിട്ടാണ് സ്ഥലമിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ച ആസ്വദിച്ചിരിക്കുമ്പോഴാട്ടോ അതേ ഒരു ബോട്ട് വരുന്നു. ഇവിടെ ഒരാൾക്ക് 150 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക് ബോട്ടിങ് നടത്തുന്നതിന്. അപ്പോൾ കുറച്ച് സഞ്ചാരികളൊക്കെ ഉണ്ട് ഈ ബോട്ടിങ് നടത്താനായിട്ട്.
അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമ്മൾ നടക്കുകയാണ്. അങ്ങ് നോക്കിയപ്പോഴാണ് അതേ ഒരു മൂങ്ങയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അങ്ങനെ പോകുമ്പോഴാണ് അതേ നമ്മുടെ മുമ്പിലേക്ക് ഒരു അതിഥി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മലമുഴുക്കി വേഴാമ്പൽ വരെ സംഭവമാണ്. എൻ്റെ ചുണ്ട് കണ്ടാൽ തോന്നുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴേക്കാണ് അതേ കൂജ ബാമ്പു എന്ന പേരിലുള്ള ഒരു മരം നമുക്ക് കാണാവേ. നമ്മുടെ കൂജയുടെ ഒക്കെ ആകൃതിയിലുള്ള മരമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഈ കൂജ ബാമ്പു ആദ്യമായിട്ട് കാണാം. സാധാരണ ബാമ്പു നമ്മൾ കണ്ടുള്ള കൂജ ബാമ്പു ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നേരെ കയറി വന്നു നമുക്ക് ഇനി ശലഭ പാർക്ക് കാണാൻ പോവാണ്. അതുപോലെ ഇവിടെ ഒരു വിജ്ഞാന കേന്ദ്രമൊക്കെ ഉണ്ട്, അതൊക്കെ കാണാവേ. അതുപോലെ ഇതിൻ്റെ അടുത്തായിട്ട് ഓരോ പക്ഷികളെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ അവിടെ കൃത്യമായിട്ട് അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറുകയാണ്. വൈൽഡ് ഓർക്കിഡേറിയം അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളുണ്ട്. ആ വഴിക്ക് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, ഒരു പക്ഷിയുടെ ഒരു പ്രതിമ, നല്ല രസമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതേ ഇരുമ്പ് കമ്പി കൊണ്ട് തീർത്ത മുള്ളംപന്നി, ഇതൊക്കെ നല്ലൊരു സംഭവമാണ്. നമ്മളങ്ങനെ നടന്നു വന്നപ്പോഴാണ് അതേ തൂക്കണാങ്കുരുവിയുടെ കൂടിൻ്റെ ആകൃതിയുള്ള വിശ്രമ കേന്ദ്രം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ രമേശ് ബ്രോയും കൂടെ അതിനകത്ത് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഉൾവശം നമുക്കൊന്ന് കണ്ടാലോ. കണ്ടോ, അതിൻ്റെ ഇരുമ്പ് കമ്പി കൊണ്ട് തീർത്താക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈറ്റയാണെന്ന് തോന്നുന്നെങ്കിലും ഇരുമ്പ് കമ്പി കൊണ്ട് തീർത്താക്കുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഇനി ബട്ടർഫ്ലൈ പാർക്ക് മ്യൂസിയം കാണാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് നക്ഷത്രവനം ആൻഡ് ബട്ടർഫ്ലൈ പാർക്ക്. നമുക്ക് അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് സംഭവം നോക്കാം. ഈ നക്ഷത്രവനം എന്തിനെന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജന്മനക്ഷത്ര വൃക്ഷങ്ങളെ ഇവിടെ ഒരു ഫോട്ടോ സഹിതം ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഓരോ മരങ്ങളും അതിൻ്റെ നാളുകളെ കൃത്യമായിട്ട് അവർ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മരങ്ങളെല്ലാം കണ്ട് മുന്നോട്ട് നടക്കുകയാട്ടോ. അപ്പോൾ ഓരോ നക്ഷത്രത്തിനും ഓരോ മരങ്ങളാണ്. കരിങ്ങാലി, മകേരത്തിന് കരിങ്ങാലി, അരയാല്, പൂയത്തിന് അരയാൽ, അങ്ങനെ തുടങ്ങിയാണ്. ഇനി നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ പോകുക കേട്ടോ. നമുക്ക് ചിത്രശലഭങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഓരോരോ സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പടങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്നിനെയും അങ്ങനെ കാണാൻ പറ്റിയില്ല. അവിടെ കുറേ ഇവിടെ വരുന്ന ചിത്രശലഭങ്ങളെ കുറിച്ച് അവിടെ ഇങ്ങനെ കുറച്ചും പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഏതൊരു ചിത്രശലഭത്തിന് നമ്മുടെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോകുന്ന മിച്ചമല്ലാതെ നമുക്ക് ആ ഒരു ചിത്രശലഭത്തെ പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ തിരിച്ചു കയറി വന്നു. അപ്പോൾ പക്ഷികളുടെ വിജ്ഞാന കേന്ദ്രം കാണാൻ പോവുക കേട്ടോ. അപ്പം ഇവിടെ സ്വാഗതമൊക്കെ എഴുതിയിട്ടുണ്ട്, അകത്തെ കാഴ്ചകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോഴേക്കും പക്ഷി നിരീക്ഷകനായ ശ്രീ സലീമാരിയുടെ ഒരു പ്രതിമ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി. ഇപ്പോൾ ഇവിടെ പക്ഷികളെ കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലമാട്ടോ ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ നമ്മൾ ആസ്വദിച്ച് നടക്കുകയാണ്. ഉയരത്തിലെ പക്ഷികളുടെ പടങ്ങളും അതിൻ്റെ ജീവിത രീതികളും അതിൻ്റെ ഫുഡും കാര്യങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ വിനോദസഞ്ചാരത്തിന് തീർച്ചയായിട്ടും കണ്ടുപോകേണ്ട സ്ഥലമാട്ടോ തട്ടേക്കാട്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കും. അതുമാതിരിയുള്ള കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടുകളെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ അവരുടെ കാലുകൾ അങ്ങനെ തുടങ്ങി പശ്ചിമഘട്ടത്തിലെ ദേശീയ പക്ഷികൾ അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പലതരത്തിൻ്റെയൊക്കെ സ്റ്റഫഡ് വേർഷൻ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാട്ടോ. തട്ടേക്കാട് നിങ്ങൾ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. അതുമാതിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തട്ടേക്കാടിലോട്ട് വരണം കേട്ടോ. അപ്പോൾ തട്ടേക്കാടിലെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിച്ച് നമുക്ക് ഇതിലൂടെ നടക്കാം. അതുകൂടെ നിങ്ങൾക്ക് ബേഡ്സിനെ കാണണമെങ്കിൽ നമുക്ക് അപ്പുറത്തൊരു നിരീക്ഷണ പാതയുണ്ട്, അതിലൂടെ പോകാം. ഞങ്ങൾ അതിലൂടെ പോയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാമറ വേണം. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതിന് കുഴപ്പമില്ല, നല്ല നിങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ നല്ല ഡിജിറ്റൽ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ വിഷ്വൽസ് നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ നിരീക്ഷണ പാതയിലൂടെ പോയില്ല. പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ പോയൊക്കെ എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. സലീമാലിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കിവിടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളും അറിവുകളും. അതുപോലെ പണ്ട് വംശനാശം സംഭവിച്ച ഡോഡോ എന്ന പക്ഷിയുടെ ഒരു പ്രതിമയെ നമുക്ക് കാണാൻ കേട്ടോ. ഡോഡോയെക്കുറിച്ചുള്ള കാര്യങ്ങളും അപ്പുറത്ത് ഇങ്ങനെ അവർ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നെ താറാവുകൾ, കൊക്കുകൾ തുടങ്ങി എല്ലാത്തിനെക്കുറിച്ചും കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കട്ടെ. ഈറ്റകളാൽ സമ്പുഷ്ടമാണ് ഇവിടെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ അടുത്തായിട്ട് ചെറിയൊരു നീർപക്ഷി ആവാസ വ്യവസ്ഥയോടെ കാണാൻ പോകുക കേട്ടോ. ഈ കാണുന്നതാണ് നീർപക്ഷി ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിനെ കുറിച്ചുള്ളതാണ്. മനോഹരമായ തട്ടേക്കാട് വേൾഡ് സാഞ്ചുറിയെ കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.